അസ്സലാമലൈക്കും, വെൽക്കം ടു അലോ കിച്ചൻ. ഇന്ന് ഞാനിവിടെ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള ക്ലീനിങ്ങും ഫുഡ് ഉണ്ടാക്കലൊക്കെയാണ് കേട്ടോ ഇന്നത്തേത്. അങ്ങനെ ഇതാ രാവിലെ വാതിലൊക്കെ തുറന്നു ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഇതാ നമ്മൾ വാതിലൊക്കെ അടിച്ചു, അടുക്കളയിലേക്ക് ഇതാ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അടുക്കളയിലെത്തി, ലൈറ്റൊക്കെ ഇട്ട് ഇതാ നമ്മൾ ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ അതാകെ പൊന്തി അരപ്പായിരിക്കും കേട്ടോ. നല്ലപോലെ പൊന്തി കുടുക്കുമ്പോൾ കൂടെയൊക്കെ നല്ലോണം ഒളിച്ചിന്. അങ്ങനെ ഞാൻ തുടച്ച് ക്ലീനൊക്കെ ആക്കി ഇടിച്ചതിന് കേട്ടോ. അങ്ങനെ തന്നെ നമ്മളെ പുറത്തത്തെ ചെറിയ കാഴ്ചകളൊക്കെയാണ് കേട്ടോ. ഇത് ചെറിയ കാഴ്ചകളൊക്കെ കാണാൻ രാവിലെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമല്ലേ. അങ്ങനെ ചെറിയ കാഴ്ചകളൊക്കെ ഇതാ കാണിച്ച് തരുന്നു ഞാൻ. അങ്ങനെ ഇതാ നമ്മളിതാ ചായക്ക് ഇതാ വെള്ളം വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചായക്ക് ഇതാ വെള്ളം വെച്ചിങ്ങനെ ചായപ്പൊടി പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ മൂടി വെച്ച് അങ്ങനെ ഞാനിതാ പഴയനെ കാൽച്ചായക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓവനിലാട്ട് വേവിച്ചെടുക്കുന്നത്. ഓവനിൽ വേവിച്ചെടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. വെള്ളത്തിലൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ടേസ്റ്റ് കുറയും. ഓവനിലാവുമ്പോൾ ആവിയിൽ 4 മിനിറ്റിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ ഓവനിൽ ഇതാ വെച്ചിരിക്കും. അപ്പോഴത്തേന് നമ്മൾ ചായ ഇതാ റെഡി ആക്കണം കേട്ടോ. നല്ലോണം തിളച്ചിതാ മറിയുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഓവനിലുള്ള പഴം ഇതാ റെഡി ആക്കണം കേട്ടോ. അങ്ങനെ ഇതാ പഴവും ചായയൊക്കെ ഇതാ റെഡി ആക്കണേ. അങ്ങനെ ഇതാ നമ്മളെ ചായ ഇതാ റെഡിയായി. ഞങ്ങൾ എല്ലാവരും കൂടി ഇതൊക്കെ കഴിക്കണം കേട്ടോ. പൊന്നും മോനസ് എല്ലാവരും കൂടിയാണ് കേട്ടോ കഴിക്കണത്. അങ്ങനെ നമ്മളെ മോനസ് കുളിച്ച് റെഡിയൊക്കെ ആയി സുന്ദരനായിക്കണം കേട്ടോ. അങ്ങനെ അവന് ഓരോന്നിങ്ങനെ ചൂണ്ടൽ. നമ്മൾ ആഗസ്റ്റ് 15 അന്നിട്ട വീഡിയോ എടുത്താണ് കേട്ടത്. അപ്പോൾ കൊടി വേണം എന്ന് പറഞ്ഞിക്കാണ്ട് ഇങ്ങനെ തിരക്കൂടേനി. അപ്പോൾ അത് അവൻ്റെ കൊടിൻ്റെ അത് കൊല്ലി മുറിഞ്ഞിട്ട് അവനിതാ കൊള്ളിലും ഒക്കെ ശരിയാക്കി വെക്കുക കേട്ടോ. അങ്ങനെ ഇതാ നാടൻ പഴമാണ് ഇട്ടത്, ചെറിയ പഴം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ ചായയൊക്കെ കുടിക്കും. മോനസ് കഴിക്കാൻ മടിയനാണ് കേട്ടോ, മടിച്ചാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ തട്ടിയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെയും കൊടുത്തു നോക്കുക, നിർബന്ധിച്ച് കൊടുപ്പിക്കണം കേട്ടോ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. പിന്നെ ലൈക്കും അടിക്കണം കേട്ടോ. ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെ ഇതാ ഇഡ്ഡലിൻ്റെ മാവ് ഇതാ ഞാൻ നല്ലോണം ഇളക്കി എടുക്കണേ. അങ്ങനെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടോ. അങ്ങനെ ഇതാ നമ്മളെ വെള്ളം നല്ലോണം തളിച്ചിക്കണേ. അതിലേക്ക് നമ്മളിതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ ഒരു തട്ടച്ച് കാണട്ടെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കണേ. പൊള്ളക്കുമ്പോൾ നമ്മൾ തമ്മിൽ തട്ടു, അപ്പോൾ പൊള്ളക്കണൊക്കെ ഇതാവും. അപ്പോൾ ഞാൻ ഓരോ തട്ടിൽ വെച്ച് കാണാൻ എടുക്കണത്. അപ്പോൾ പിന്നെ മറ്റേ തട്ടത്ത് ചൂടാറുമ്പോഴത്തേന് മറ്റേ തട്ട് വെച്ച് കൊടുക്കുക. ചൂടോടുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓരോ തട്ടച്ച് കണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മറ്റേ തട്ടു തന്നെ അതാ വെച്ച് കൊടുത്തിക്കണേ. അങ്ങനെ തന്നെ നമ്മളെ ഇഡ്ഡലിയൊക്കെ റെഡിയായി. ഞാൻ ചോറിന് വെള്ളം അതാ തീമണ്ടാണ് കേട്ടോ. അങ്ങനെ ചോറിന് വെള്ളം തീമട്ടതിന് ശേഷം നമ്മൾ ഇറച്ചി കട്ടായിനെ അത് വെള്ളത്തിലിട്ടേക്കാണ്. അങ്ങനെ നമ്മൾ ഇറച്ചിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ.
അങ്ങനെ തന്നെ നമ്മൾ വെള്ളം തിളച്ച് വന്നിക്കണേ. അപ്പോൾ അരി ഇതാ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ കയ്യിലൊക്കെ ഇട്ടെടുത്ത് ഇനി നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ചായ ഇതാ റെഡി ആക്കണം കേട്ടോ. അങ്ങനെ ഞാൻ സാമ്പാർ തലേന്ന് ഉണ്ടാക്കി വെച്ചതേനെ. അപ്പോൾ അതിലേക്ക് ഞാൻ വറവിട്ടൊക്കെ തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ രാവിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇഡ്ഡലിയും സാമ്പാറും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. വറവിട്ടിട്ടായിരുന്നു. അപ്പോൾ രാവിലെ വറവിടച്ചിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത് ഏറിയതാണ്. അപ്പോൾ അതിന് കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. അങ്ങനെ എനിക്ക് കടുകൊക്കെ ഇട്ടെടുത്തിന്. കടുക് നല്ലോണം പൊട്ടി വന്നിക്കണേ. ചുവന്നമുളകും കറിവേപ്പിൻ്റെയും മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ടെടുത്തു. അങ്ങനെ ഇതാ നമ്മളെ സാമ്പാറിലേക്ക് ഒഴിച്ചെടുക്കുക. അങ്ങനെ തന്നെ നമ്മൾ സാമ്പാർ ഇത് റെഡി ആക്കണം കേട്ടോ. നല്ല കുറുന്നന സാമ്പാറാണ് ഇഡ്ഡലിക്ക്. ഇനി നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ ഇതാ എടുക്കണം. അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും കൂടി ചായ കുടിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ രാത്രിക്കത്തെ കുറച്ച് ചപ്പാത്തി ഉണ്ടായിന്, അതും ഉണ്ടായിന്. ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിച്ച്. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞ് ഞാൻ എന്താ പാത്രങ്ങൾ ഇതാ നല്ലോണം പാത്രങ്ങളൊക്കെ ഇതാ കഴുകിയെടുക്കണം കേട്ടാ. നമ്മളെ മോനിസ് നല്ലോണം ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതാണ് വോയിസർ കൊടുക്കുമ്പോൾ അവന് നല്ല ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവന് പാട്ടര. അങ്ങനെ തന്നെ നമ്മളെ ബീഫൊക്കെ കട്ടൊക്കെ അരിഞ്ഞേക്കണേ നമ്മളിതാ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ബീഫ്. അങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം കഴുകിയെടുത്ത് അങ്ങനെ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ ഇതാ ഞാൻ ഉള്ളിയൊക്കെ തൊളിച്ചെടുക്കണതാ. അങ്ങനെ നമ്മൾ ചോറ് ഇത് റെഡി ആക്കണം കേട്ടോ. അപ്പോഴത്തേന് അങ്ങനെ ചോറ് റെഡി ആക്കണേ. അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് നമുക്ക് ഊറ്റിയെടുക്കാം. അങ്ങനെ തന്നെ ഞാൻ ചോറൊക്കെ ഊറ്റിയെടുത്ത്. അപ്പോൾ കുറേരിക്കഞ്ഞിയൊക്കെ വച്ചിട്ട് കുറച്ച് മോനൂസിന് കുറച്ച് കുറേരിക്കഞ്ഞിയൊക്കെ വച്ചിട്ട് ചട്ടിയിലാണ് വെക്കണം കേട്ടോ. അങ്ങനെ അതിൻ്റെ കയ്യിലിട്ടെടുത്ത് മൂടിച്ച്. അപ്പോൾ ഇതിന് നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതക്കിയെടുത്തതിന്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടെടുത്ത് ഉള്ളി തക്കാളി ഇട്ടെടുത്ത് പച്ചമുളക് ഇട്ടെടുത്ത് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല പൊടിച്ചതും മുളക് പൊടിയും ഒക്കെ ഇട്ടെടുത്ത് വെളിച്ചെണ്ണ ഇട്ടെടുത്ത് നല്ലോണം കുഴച്ചെടുത്ത് എന്നിട്ട് വെള്ളം വെച്ച് നമുക്ക് കുറച്ച് അത്യാവശ്യത്തിന് വെള്ളം വെച്ച് അടുപ്പത്ത് വെച്ച്. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ് ചെയ്തതിനെ പിടിച്ച് അത് കാണിച്ചിട്ട് കഴിഞ്ഞു. അങ്ങനെ ഇതാ നമ്മൾ എന്താണ് റൂമൊക്കെ ഇതാ ക്ലീൻ ആക്കണം കേട്ടോ. ബെഡ്ഷീറ്റും പൊപ്പൊക്കെ ഒന്ന് പിരിച്ചിടണേ. അങ്ങനെ ഞങ്ങളെ ബെഡ്ഷീറ്റും പൊപ്പൊക്കെ പിരിച്ചിട്ട് ഞങ്ങൾ മക്കളതും ഇതാ റൂമത്തെ അതും പിരിച്ചിടും. അങ്ങനെ റൂമൊക്കെ ക്ലീൻ ആക്കി. അപ്പം നമ്മൾ ഡൈനിങ് ഹാൾക്ക് വരികയാണ് കേട്ടോ. ഡൈനിങ് ഹാളത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റൂളും കുറച്ച് പാത്രങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊണ്ടുവച്ച് നമ്മൾ സോഫ മട്ടീന് ശീലമുള്ള പുതപ്പിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പം അത് ഒക്കെ ശരിയാക്കി കുടഞ്ഞൊക്കെ ശരിയാക്കി വെക്കാൻ കേട്ടോ.
സോഫമ്മ കുട്ടികൾ ചവിട്ടി ചളിയാക്കിയിട്ടാണ് ഞാൻ ഇതിമ പുതപ്പ് ഇട്ടതാണ് കേട്ടോ. എന്നാൽ പുതപ്പാകുമ്പോൾ നമുക്ക് എപ്പോഴും എടുത്ത് കഴുകി എടുക്കല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഞാൻ കർട്ടനൊക്കെ അത് പൊന്തിച്ച് അങ്ങനെ എല്ലായിടത്തും ഞാനിത് അടിച്ചു പോയിരിക്കണം കേട്ടോ. അങ്ങനെ മക്കളെ ബുക്കൊക്കെ വെക്കണോടത്ത് അവിടെയൊക്കെ ക്ലീനാക്കി വെച്ച് അവരെ ബുക്കൊക്കെ ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് അതൊക്കെ ചെയ്ത്. അവർക്ക് സ്കൂളിൽ ചെയ്യുന്നില്ല, ആഗസ്റ്റ് 15 അപ്പോൾ സ്കൂളിൽ ചെയ്യുന്നേ. അപ്പോൾ അങ്ങനെ ബുക്കുകൾ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ച് അങ്ങനെ മക്കളെ റൂമിൽ തന്നെ ഞാൻ അടിച്ചൊരു ക്ലീനാക്കാം കേട്ടോ. അതൊക്കെ റെഡിയായി. നമ്മൾ ഇനി അടുക്കള ഒന്ന് ക്ലീനാക്കി എടുക്കും. റാക്കുകളൊക്കെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അങ്ങനെ എന്താ ഞാൻ സ്റ്റോർ റൂം ഇതാ നന്നാക്കി എടുക്കുകയാണ്. സ്റ്റോർ റൂം ആകെ കച്ചറായി കിടക്കുകയാണ്. അപ്പോൾ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം ഒതുക്കി വെച്ചിട്ടോ. അങ്ങനെ തന്നെ ഞാൻ അടുക്കള ഒന്ന് അടിച്ചോരിടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ബീഫൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബീഫ് അടുപ്പത്ത് വെച്ചാൽ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളല്ലോ. അപ്പം ഞാൻ അടിച്ചു വരുന്ന തകിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് തുടക്കുക കേട്ടോ. തുടക്കണ ഫുള്ളായിട്ട് തുടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല. എല്ലായിടത്തും തുടച്ചിക്കണേ. അടുക്കള ഒക്കെ ഇതാ തുടക്കണ എല്ലായിടത്തും കാണിച്ചിട്ട് വീഡിയോ ലെങ്ത്താവും വെച്ചിട്ട് അല്ലെങ്കിലോ വീഡിയോ ലെങ്ത്തായിക്കാൻ തോന്നുന്നുണ്ട്. കൂട്ടുകാരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ. അങ്ങനെ ഞാൻ തുടക്കുമ്പോൾ ഒന്നും കൂടിയൊക്കെ ഇളക്കി കൊടുത്ത് ബീഫ്. അങ്ങനെ നമ്മൾ ബീഫൊക്കെ റെഡി ആക്കണം കേട്ടോ. അങ്ങനെ ഞാൻ രാവിലത്തെ സാമ്പാറും ബീഫ് വരട്ടിയതും പിന്നെ ബീട്രൂട്ട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ ഫുഡ്. ഇതാണ് ഇന്നത്തെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ക്ലീനിങ് ഇതൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചോറ് കഴിച്ചു. പിന്നെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. അസ്സലാമു അലൈക്കും. വീഡിയോ കമൻ്റ് ഇടണം കേട്ടോ, എങ്ങനെ ഉണ്ടെന്നൊക്കെ. വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ.